എൻ്റെ എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ ഗായികനാണ്. ഇന്നലെ അടുത്ത രാത്രി തുടങ്ങിയ ദേശീയ പണിമുടക്ക് ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് തന്നെ പറയാം. 24 മണിക്കൂറാണ് പണിമുടക്കെന്ന് പറയാം, ദേശീയ പണിമുടക്കെന്ന് പറയാം. പാൽ വിതരണം നടക്കുന്നുണ്ട്, പത്ര വിതരണം നടക്കുന്നുണ്ട്, ആശുപത്രികൾ തുറന്നിട്ടുണ്ടെന്ന് പറയാം. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഓടുന്നു, സ്കൂട്ടർ ഓടുന്നുണ്ട്, കാർ ഓടുന്നുണ്ട്, ആട്ടോ ഓടുന്നുണ്ടെന്ന് പറയാം. ഇന്നലെ അടുത്ത രാത്രി തുടങ്ങിയ ഹർത്താൽ ഇതുവരെ ബസ് എടുത്തിട്ടില്ലെന്ന് തന്നെ നമുക്ക് തമ്പാനൂരിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ബസ് ഓടുന്നില്ലെന്ന് തന്നെ പറഞ്ഞു. ജനങ്ങൾ വലിയുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ക്യാൻസർ രോഗികൾ, ഇതുപോലത്തെ രോഗികളെല്ലാം പോലീസ് വണ്ടിയിലാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് പറയാം. അതും 8:30 വരെ 9 മണി വരെ ഉള്ളൂ. അതിനുശേഷം ഇടത് യൂണിയനുകൾ ഹർത്താൽ ആരംഭിക്കും. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും ഹർത്താലിന് പങ്കെടുക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നതെന്ന് പറയാം. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്നുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. റോട്ടിൽ ആൾക്കാരൊന്നും ഇല്ലെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. വാഹനങ്ങൾ മാത്രമേ ഓടുന്നുള്ളൂ എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. പല സ്ഥലത്തും കൊല്ലം, തിരുവനന്തപുരത്തേക്ക് പോകുന്ന ജനങ്ങളെല്ലാം റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഇരിക്കുന്നുണ്ട് എന്ന് തന്നെ പറയുന്ന ദേശീയ പണിമുടക്കാണ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. 24 മണിക്കൂറാണ് പണിമുടക്ക്. ഇന്നലെ രാത്രി തുടങ്ങിയ 12 മണിക്ക് തുടങ്ങിയ പണിമുടക്ക് ഇപ്പോഴും 8:30 ആയിട്ടും ജനങ്ങൾ റോട്ടിൽ വളരെ കുറവാണെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിന്ന് ലൈവ് പറയുന്നത് ധനുച്ചുരത്തു നിന്നാണ് ലൈവ് പറയുന്നത്. നെയ്യാറ്റിൻകരയിൽ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള ധനുച്ചുരത്തു നിന്നാണ് ലൈവ് പറയുന്നത്. ഇവിടെ കാരക്കോണത്ത് മുടക്കി 5 കിലോമീറ്ററേ ഉള്ളൂ. വാഹനങ്ങൾ മാത്രമേ ഓടുന്നുള്ളൂ. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്നുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് ഇനി പോകാൻ സാധിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ തന്നെ കാണിക്കും. കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്നു. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഹർത്താൽ പോലെ തന്നെ ഇടത് യൂണിയനുകൾ ചെയ്യുന്ന എന്തായി തീരുമെന്ന് തന്നെ നമുക്ക് പറയുന്നുണ്ട്. സർക്കാർ ഓഫീസുകളെല്ലാം അടഞ്ഞു കിടക്കുന്നുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് സർക്കാർ ഓഫീസുകളിലെ കയറ്റം അടച്ചിട്ടിരിക്കുന്നുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. അത്രയുമാണ് പറയുന്നത്. ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഓടുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഓടുന്നുള്ളൂ എന്ന്. പല സംഘടനകളും സമരം തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. 10 മണിയോടെ തന്നെ സമരം എത്തുമെന്ന് തന്നെ പറയാം. ഗ്രാമപ്രദേശങ്ങളിൽ എത്തുമെന്ന് തന്നെ പറയാം. സ്കൂൾ, കോളേജ്, IT എന്നിവ സ്ഥാപനങ്ങളിലെ ഗേറ്റുകളെല്ലാം അടഞ്ഞു കിടക്കണമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. ആശുപത്രി മാത്രമേ തുറന്നു പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. വാഹനങ്ങൾ വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ. കടകമ്പോളെല്ലാം അടഞ്ഞു കിടക്കുന്നതെന്ന് തന്നെ പറയാം. ഇതിൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുലേയൻ.